ഹലോ അങ്ങനെ ബാൽറ്റി ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി പടമാണ്. ഷെയ്ൻ നിഗമാണ് മുഖ്യ കഥാപാത്രം. ഉണ്ണി ശിവലിംഗം ആണ് എഴുതി സംവിധാനം ചെയ്തത് കേട്ടോ. പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് സായി അഭ്യങ്കർ 10-20 വയസ്സേ ഉള്ളൂ. മ്യൂസിക് ഡയറക്ടറാണ്. കിഡിലോട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പാട്ടുകളാണെങ്കിലും അതേപോലെ തന്നെ എല്ലാ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്സ് ആണെങ്കിലും അതേപോലെ തന്നെ സ്പെഷ്യൽ അപ്രിസിയേഷൻ പറയേണ്ടതാണ് ആക്ഷൻ. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ആക്ഷൻ കാണാൻ പറ്റി. ഓരോ ആക്ഷനും നല്ല റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓരോ ആക്ഷൻസും. അതേപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇനി ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാം. ഷെയ്ൻ നിഗം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് കുറച്ച് കുറച്ചൊന്ന് കുളവാക്കിയെങ്കിലും ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൂർണിമ ഇന്ദ്രജിത്ത്, മൈ ഗോഡ്, ഹാറ്റ്സ് ഓഫ്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അൽഫോൺസ് പുത്രൻ ഉണ്ട് ഇതിനകത്ത്. അൽഫോൺസ് പുത്രൻ്റെ കോമഡി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചിരി പരുവായിപ്പോൾ. വില്ലനാ, പക്ഷേ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത് കേട്ടോ. പക്ഷേ തരക്കേടില്ലായിരുന്നു. ഇതിനകത്ത് പിന്നെ കെ സെൽവരാഘവനുണ്ട്. കെ സെൽവരാഘവനും തരക്കേടില്ലാതെ അഭിനയിച്ചു. തരക്കേടില്ലാതെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. നല്ല സ്റ്റോറി ആയിരുന്നു, നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു. ചില 1-2 സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഒരു വീഴ്ചകൾ തോന്നിയെങ്കിലും ഓവറോൾ ദ മൂവി ഈസ് വെരി ഗുഡ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ സ്പോർട്സ് മൂവി എന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി സ്പോർട്സ് മൂവി അല്ല. ഇതിനകത്ത് കബഡി ഉണ്ട്, പക്ഷേ കബഡി മെയിൻ അല്ല. ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, ഫാമിലി ഡ്രാമയുണ്ട്, എല്ലാം ഉണ്ട് ഈ പടത്തിനകത്ത്. ഷെയ്ൻ നിഗമിൻ്റെ 25ാമത്തെ പടമാണ്, പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അതേപോലെ തന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ ഹീറോയിനായിട്ട് അഭിനയിച്ച ആ കുട്ടിയും അത്യാവശ്യം തരക്കേടില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയണം എഡിറ്റിംഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡയലോഗ്സും അങ്ങോട്ട് ലാഗായിട്ട് തോന്നില്ല. ടക്കെ എന്നാണ് എഡിറ്റ് ചെയ്ത് വിടുന്നത്. പടം പിന്നെ ബൈലിംഗ്വലാണ്. ഒരു മലയാളം സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, മിക്സ് ആണെന്ന് പറയാം. അതിനകത്ത് തമിഴും പറയുന്നുണ്ട്, മലയാളവും പറയുന്നുണ്ട്, ബോർഡർ എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ സിനിമ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം ഒരു RDX ഒക്കെ കണ്ട ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് ഈ പടം കണ്ടപ്പോൾ തോന്നി. ഞാൻ ഈ പടത്തിന് 5-1 3.5 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ദമാം.